സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യുന്നവർക്കുള്ള ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ ആദ്യം നല്ല റിസൾട്ട് കിട്ടും ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുമ്പോൾ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ റിസൾട്ട് കിട്ടാറില്ല. അതിന് പ്രധാനമായിട്ടും ഒരു 6-7 കാര്യങ്ങളാണ് എൻ്റെ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ആഡ്സ് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത്. അത് ഒന്നെന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഫറ്റീഗ് ആണ്. അതായത് നമ്മളുടെ ആഡ് മാക്സിമം ഓടി തളർന്നിട്ടുണ്ടാവും. അതായത് മാക്സിമം ആ ഒരു ആഡിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടാവും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ആൾക്കാർ മാക്സിമം കണ്ടവരിലേക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും കാണുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈ കോമ്പറ്റീഷൻ ആണ്. അതായത് നമ്മൾ ഈ ഒരു ആഡ് പ്ലേസ് ചെയ്യുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ആഡിന് റിസൾട്ട് കിട്ടാതെ പോകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാച്ചുറേഷൻ ആണ്. ഈ ഒരു ഓഡിയൻസ് മാക്സിമം അതിന്റെ മാക്സിമത്തിൽ ഈ ആഡ് എത്തിക്കഴിഞ്ഞു, ഓഡിയൻസ് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു, നമ്മൾ വീണ്ടും റീടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. നാലാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ലാൻഡിംഗ് പേജ് ആണ്. നമ്മളുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ ആഡ് ആൾക്കാർ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് വന്നു കഴിയുമ്പോൾ അവിടെ ആളുകൾക്ക് വേണ്ടത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. ഈ പറയുന്ന ആളുകൾ അവിടെ സെയിൽസ് നടക്കാതെ പോകും. എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് എനിക്ക് പലപ്പോഴും അത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇവൻ നമ്മൾ ഇ-കൊമേഴ്സ് സൈറ്റൊക്കെ ബിൽഡ് ചെയ്തിട്ട് അതിന് സെയിൽസ് കൊടുക്കുമ്പോൾ ആ വെബ്സൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ ആ വെബ്സൈറ്റിന് ഒരു ലോഡിംഗ് സ്പീഡിന്റെ പ്രശ്നം ഉണ്ടാവും, കസ്റ്റമർ റിവ്യൂസിന്റെ